അയ്യോ അയ്യോ ഇറങ്ങി പൊക്കോണം ഇവിടെ നിന്ന്. എന്റെ ജീവിതം നശിപ്പിക്കാമെന്ന ശകുനി. അമ്മേ അനു എന്താ ഇവിടെ നടക്കുന്നേ? മോനെ നീ എന്നെ രക്ഷിക്കടാ. ഇവക്ക് ബാധ കയറിയെന്നാ തോന്നണ. ഇവള് എന്നെ കൊല്ലാൻ നോക്കുക. അർജുൻ, ഇവര് പറഞ്ഞ ഫുള്ള് കള്ളാ. ഇവരെ എന്നെ കൊല്ലാൻ നോക്കിയേ. എണീക്കമ്മേ. ഡീ എന്റെ അമ്മയ്ക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. നീ ഒരുപാട് എന്റെ മുമ്പിൽ അഭിനയിച്ച് തകർക്കല്ലേ. അഭിനയിക്കാനോ? ഞാനോ? ഞാൻ അമ്മയെ തലയുടെ നിങ്ങൾ കണ്ടായിരുന്നോ? എന്റെ അമ്മ പറഞ്ഞത് കേട്ട് എന്നെ കുറ്റപ്പെടുത്തിക്കോ. മോനെ എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഇവള് എന്നോട് ഇങ്ങനെ പെരുമാറുന്ന? ഞാൻ നിന്റെ മോളെ പോലെയല്ലേടി കരുതിയത്. അനു ഇത് ഇന്നത്തോടെ നിർത്തിക്കോ. നീ എന്നീ വീട്ടിൽ കാലുകുത്തി അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. നീ എന്റെ അമ്മയെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. നീ കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ടു തുടങ്ങിയതാ. ഹോ, ഇപ്പൊ ഞാനായില്ലേ കുറ്റക്കാരി? ഇനി അർജുനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മടുത്തു. അമ്മയോ? മക്കളെ, ഞാൻ ശ്രുതിമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. അതെ, നിങ്ങളുടെ ട്രിപ്പ് പോണില്ലേ മറ്റന്നാള്? അതിന് അനുമോക്ക് വരാൻ പറ്റില്ല കേട്ടോ. മാറ്റിവെക്കാൻ പറ്റാത്തൊരു തിരക്കൊന്നും മോൾക്ക്, അതുകൊണ്ടാ. തൽക്കാലം നിങ്ങൾ വയ്ക്കോ, അനു വരില്ല. ആ എന്നാ ശരിയേ. അമ്മേ, അമ്മേ, എന്താ അനു? നീ നോക്കേ. അമ്മേ, അമ്മ എന്തിനാ ഗ്രൂപ്പിൽ ഞാൻ ട്രിപ്പ് പോകുന്നില്ല എന്ന് പറഞ്ഞേ? അതെ, എനിക്ക് ഒരാളെ കാണാൻ പോണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആരോട് പറഞ്ഞു? എന്തു പറഞ്ഞു? എടാ, എനിക്ക് പെട്ടെന്നൊരു കോള് വന്നായിരുന്നേ. എന്റെ വല്യമ്മയില്ലേ, വല്യമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അവിടെ പോയപ്പോ. അപ്പൊ 2 ദിവസം എന്റെ അടുത്തോടെ പോയി നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ടാ. അതിന് വല്യമ്മ എന്നെ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കിടക്കണ കാര്യമാണ്. നീ ഇനി അത് വല്യമ്മ അടുത്ത് ചോദിക്കാനൊന്നും പോണ്ട. എനിക്ക് എന്തായാലും 2 ദിവസം പോയി നിന്നേ പറ്റും. അതിന് ഞാൻ എന്തിനാ ട്രിപ്പ് പോവാതിരിക്കുന്നേ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അമ്മ അവള് ഒരുപാട് ആഗ്രഹിച്ചല്ലേ, അവള് പോട്ടെ. ഇപ്പൊ വല്യമ്മ അവിടെ കിടക്കട്ടെ. അതല്ലേ ട്രിപ്പല്ലേ നിങ്ങക്ക് വലുത്. പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. എടി ഇനി നെക്സ്റ്റ് ടൈം നോക്കാം. അനു അനു എന്താ അർജുൻ? നീ പെട്ടെന്ന് റെഡിയാവാ. എങ്ങോട്ട് പോയാൻ? നിനക്ക് ട്രിപ്പിന് പോകാൻ പറ്റാത്തത് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. അമ്മ എന്തായാലും 2 ദിവസം ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ ഇന്നലെ വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയ സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമ്മൾ ഒരു ട്രിപ്പിന് പോവുകയാണ്. നീ പെട്ടെന്ന് റെഡിയാവും. എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഉണ്ട്, ഒരു സ്പെഷ്യൽ പ്ലേസാ. നീ പെട്ടെന്ന് വാ. അല്ല അമ്മ എന്താ അവിടെ? എടാ, അവിടെ വല്യമ്മയുടെ മോള് വന്നു. പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്? എടാ, നിങ്ങളിപ്പോ ഒരു ട്രിപ്പിന്റെ കാര്യം എന്തോ പറഞ്ഞല്ലേ? അതമ്മ ഞാൻ ഇന്നലെ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ, അമ്മ ഇവിടെ എന്തായാലും 2 ദിവസം ഇല്ല. ഞങ്ങളൊന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വന്നില്ലേ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് എന്തെങ്കിലും ആഹാരം എടുത്തു. ഇതാ മോനെ, ഈ പായസം കുടിക്കും. മോന് പണ്ടേ ഇഷ്ടമുള്ള പായസല്ലേ, അതാണ്. എന്റെ അമ്മ എനിക്കിപ്പോ ഒട്ടും സമയമില്ല. ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ചെയ്ത് അവളുണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് യാതൊരു വിലയില്ല അല്ലേ? അതേസമയം അവളുണ്ടാക്കട്ടെ, ഉടനെ നീ വാങ്ങിച്ചു കുടിക്കുമല്ലോ. ഇല്ല, എനിക്ക് വയസ്സായില്ലേ, ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും ഒരു വിലയും കാണൂല. വേണ്ട, നീ കുടിക്കണ്ട, ഞാൻ കൊണ്ടേ കളഞ്ഞോളാം. അമ്മ കൊണ്ടോ? മോനെ, മോനെ. അമ്മ എന്ത് പറ്റി? ഇതാരെങ്ങനെ വലിച്ചു വരട്ടേക്കുന്നത്? എടാ, നമ്മുടെ കുടുംബം നശിച്ച്. എന്റെ ആ സ്വർണ്ണമാലയില്ലേ, അത് കാണാനില്ലടാ. ഞാൻ ഈ അലമാര വെച്ചിരുന്നതാ. അതിപ്പോ ആരെടുത്തോണ്ട് പോവാനാ? എടാ, ഞാനും നീ അവള് മാത്രമേ ഈ വീട്ടിലുള്ളൂ. നീ എടുക്കൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് ഉച്ചയ്ക്ക് ഇവിടെ തൂത്തുവാരി തുടയ്ക്കാൻ വന്നതിന് ശേഷമാണ് ഞാൻ അലമാര നോക്കിയപ്പോ കാണാത്തത് മാല. അപ്പൊ അവിടെ ചോദിച്ചപ്പോ അവള് പറയല്ലേ അവക്കറിയില്ലെന്ന്. അർജുൻ, ഈ അമ്മ കള്ളം പറയുന്നതാ. ഞാൻ റൂമിൽ കയറി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ഞാൻ അവിടെ മാലൊന്നും എടുത്തിട്ടില്ല. ഈ അമ്മ ഒളിപ്പിച്ച് വെച്ചിട്ട് മണിപ്പൂർ കള്ളം പറഞ്ഞതന്നെ എനിക്കറിയാം. നിർത്തടി, എന്റെ അമ്മ കള്ള പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ മാല പോയ കേസിൽ. നീ മുറിയൊക്കെ ഒന്ന് ശരിക്കും നോക്കിയേ. നോക്ക്. എനിക്ക് വയ്യ അർജുൻ, ദേഷ്യം വരുന്നുണ്ട്. എന്താടി? നിങ്ങൾ അമ്മയെ കൊണ്ട് മടുത്തു. ഇത് കഷ്ടായത്. എന്ത് ചീപ്പായിട്ട് അവര് ബിഹേവ് ചെയ്യുന്നത്. എന്താനു അതിനിപ്പോ എന്താ ഉണ്ടായത്? സ്വർണ്ണ അത് കാണാതെ പോയതല്ലേ? അമ്മ പറഞ്ഞതിന്റെ അർത്ഥം സ്വർണം ഞാൻ എടുത്തു എന്നല്ലേ? നീ വെറുതെ എഴുതാപ്പുറം വായിക്കാതെ. അത് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തിയതല്ല. ബട്ട്
അമ്മയ്ക്ക് എന്തോ എന്നോട് ദേഷ്യമാണോ അതോ ഈഗയാണോ എനിക്കറിയില്ല. ദേഷ്യോ? നീ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു വെച്ചേക്കുന്നത്? ഡി എന്തൊക്കെയാണെങ്കിലും നീ അമ്മയുടെ മരുമോളല്ലേ? ഇപ്പോഴും ഞാൻ അമ്മയുടെ മരുമോള് തന്നെയാണ്, പക്ഷെ സ്ഥാനം കൊണ്ട് മാത്രം. ഈ ഉള്ളവരോടത്തൊക്കെ അമ്മ എന്നെ പറ്റി എന്തെല്ലാം കുറ്റം പറഞ്ഞോ നിനക്കറിയോ? ഇനി എന്തെങ്കിലും ചോദിക്കാൻ പോയിട്ടുണ്ടോ? എനിക്ക് വയ്യാനു. ഓഫീസിൽ 100,000 പ്രഷർ. ഇവിടെ വന്ന് നിന്റെ പ്രശ്നങ്ങളും കൂടെ കേൾക്കാൻ എനിക്ക് വയ്യ. നീ അമ്മ ഒന്ന് സ്നേഹിച്ചാൽ തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അർജുൻ, സീതമോളെ, എന്റെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഇപ്പൊ ഇങ്ങനെയാടി. ഭരണം മൊത്തം അവളെ കയ്യിലല്ലേ. അവള് വിചാരിക്കും പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും. കല്യാണം കഴിഞ്ഞതോടെ അവനും പെൺകോന്തനായി. ഇനി വല്ലതും തിന്നണമെങ്കിലും കുടിക്കണമെങ്കിലും പോലും എനിക്ക് അവളുടെ അനുവാദം വേണമെന്ന്. ഈ വയസ്സുകാലത്ത് എനിക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടായില്ല ഈശ്വര. ഒരു കാര്യം പറഞ്ഞ അവള് കേൾക്കൂല. പഠിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാടി നടക്കുകയല്ലേ. പിന്നെ അതിന്റെ തലക്കനമാണെങ്കിൽ അയ്യോ ഒട്ടും കുറവുമില്ല. മോളെ, നീയേ അർജുൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അങ്ങ് പറഞ്ഞേക്കണം, കേട്ടല്ലോ? ആ ശരി മോളെ. നീ എന്താടി എന്റെ തുണി അലക്കാൻ എടുക്കാത്തത്? നീ ചോദിച്ചത് കേട്ടില്ലേ? എടുത്തില്ല. ഡി, സാധാരണ നീ എന്റെ തുണിയും കൂടെ എടുത്ത് അലക്കുന്നതല്ലേ? സാധാരണ എല്ലാം നടക്കണമെന്നില്ലല്ലോ. നിങ്ങളെ എല്ലാരെയും തുണി കഴുകി ഇവിടുത്തെ ഭരണമൊന്നും ഏറ്റെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലേ, ഇവക്ക് ഇതെന്ത് പറ്റി? ഹലോ, എത്ര നാളായിടാ നീ വിളിച്ചിട്ട്? കൊതിയാവുക. നിന്നെനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നു. നീ എപ്പോഴാ വരിക? നമുക്കേ പണ്ടത്തെ പോലെ കുന്നിന്റെ മണ്ടയിലൊക്കെ ഒന്ന് പോയാലോ? ആരും അറിയില്ല. നീ വീട്ടിലൊന്നും പറയണ്ട, ഞാനും ഇറങ്ങാം. കാണണം. എന്റെ മോ പലയിടത്തും കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നു. അവക്കാണെങ്കിൽ കൊല്ലവനോട്ട് വിളിച്ച് പ്രേമലീലകള്. മിസ് യു. ഓക്കേടാ, ശരി എന്നാ. അല്ലേ, ഇന്നിവിടെ തൂക്കലും നടക്കലൊന്നും ഇല്ലേ? എന്താടി നിന്റെ വായിൽ നാവങ്ങ് ഇറങ്ങിപ്പോയാ? അഹങ്കാരി. ഞാൻ അഹങ്കാരി തന്നെയാ. ഇവിടുത്തെ ജോലി ഫുള്ളും ചെയ്തേ ഞാൻ ഇവിടെ ഭരണമൊന്നും ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മോനെ, നീ കണ്ട അവളെ എന്നടുത്ത് പെരുമാറുന്നത് കണ്ടോ? ഇവിടെ അഹങ്കാരം കണ്ടോടാ? മതി, നീ കരുതി കൂട്ടിയാണോടി? ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, ശല്യപ്പെടുത്തുന്നുമില്ല, ആരെയും ഭരിക്കുന്നുമില്ല. മോനെ, നീ കണ്ട ഇവള് ഏത് സമയം ഈ ഫോണിൽ ഇങ്ങനെ കുത്തി കുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് നമ്മളെ മാനം കളയുവേ. ഇവള് നീ പോയി കഴിഞ്ഞാൽ ഫോണിൽ സംസാരിക്കുന്നതല്ലാതെ എനിക്ക് ഇവിടെ വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല. ഞാനാണ് ഈ വീട്ടിലെ പണി മുഴുവനും ചെയ്യണത്. ഇവക്ക് പഴയ കാമുകന്മാരോട്ടൊക്കെ എന്തോ ഒക്കെ ബന്ധമുണ്ട് കേട്ടാ. നീ അത് ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ പറയണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊരു തീരുമാനം നീ എടുത്തേ പറ്റൂ മോനെ. എന്റെ അമ്മേ, ഒന്ന് നിർത്ത്. എനിക്ക് മനസമാധാനം വേണം. കള്ള കാമുകന്റെ എന്തേലും കിട്ടുമോ നോക്കട്ടെ. എല്ലാം പൂട്ടി വെച്ചിട്ട് പോയിരിക്കുകയാണ്. ഇതിലെന്തായാലും അവളെ കാമുകന്റെ എന്തെങ്കിലും പ്രേമലേഖനം എന്തെങ്കിലും കാണും. ഓ, എന്തോന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മതി, ഇത് വെച്ചൊരു കളി കളിക്കും. എന്താ കരയതാ? ഞാൻ ഓരോ പഴയ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞതാ. നീ ഇതൊന്നും കാണണ്ട. അല്ല, അമ്മ ഒന്ന് എടുത്തേ. എടുക്കമേ, നോക്കട്ടെ. എടാ, നിന്റെ ഭാര്യയ്ക്ക് അവളെ പഴയ കാമുകനായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയം. ഇന്നലെ രാത്രി അവള് ആരോടോ സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. എനിക്ക് പക്ഷെ നിന്റെ അടുത്ത് ഇതൊക്കെ പറയാൻ പേടിയാ. നിനക്കിപ്പോഴും അവളെ വിശ്വാസമല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതല്ലേ അമ്മയുടെ കാണാതെ പോയ മാല? ശരിക്കും നോക്കിയോണം. അവസരം ഇനി മുക്കൊണ്ടോണോന്നും പറഞ്ഞ് കളയല്ലേ. ഈ പെരുങ്കള്ളി എടുത്ത് പണയം വെച്ചായിരിക്കും അല്ലേ? അമ്മേ, നിർത്ത്. എന്താ അമ്മയുടെ പ്രശ്നം? അമ്മയല്ലേ ഇത് വല്യമ്മയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തത്, എന്നിട്ട് ഇവിടെ വന്ന് അഭിനയിക്കുന്ന? വല്യമ്മയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോ വല്യമ്മ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. എടാ, ഞാൻ നിങ്ങളടുത്ത് പറയാൻ വിട്ടുപോയതാ. പറയാൻ വിട്ടുപോയതോ അതോ മനഃപൂർവ്വം മറച്ചു വെച്ചതോ? അമ്മ ഇവളെ മോശക്കാരിയാക്കാൻ വേണ്ടി നടത്തിയല്ലേ ആ മാല മോഷണം? ഞാൻ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് സത്യം മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നേ.
ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസമില്ല. എനിക്കറിയാം ഈ വന്നു കയറി ഇവള് പറയുന്ന നിനക്ക് വിശ്വാസമല്ലേ? നീ ഒരു കാര്യം ചെയ്യടാ, എന്നെ അവൻ അനാഥാലയത്തിൽ കൊണ്ടാക്ക്. ഇനി സെന്റിമെന്റൽ ഡ്രാമ ഇവിടെ നടക്കില്ല. അമ്മ ഇവിടെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉപദ്രവിക്കരുത്. ഈ വീടിന്റെ സമാധാനം കളയില്ല. പിന്നെ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, അതെന്റെ കാമുകനൊന്നും അല്ല, എന്റെ ഫ്രണ്ട് അഞ്ജലി ആയിരുന്നു. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാനിത് തെറ്റിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവള് പലതവണ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇവളോട് ദേഷ്യമാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഇവളെയാണ് വഴക്ക് പറഞ്ഞു. അമ്മയ്ക്ക് ആണായിട്ട് പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ദൈവം തന്ന ഇവളെ സ്വന്തം മോളായിട്ടൊന്ന് കാണാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഒരു മരുമോളെന്നുള്ള പരിഗണനെങ്കിൽ അമ്മ ഇവക്ക് കൊടു. നീ വാ, റെഡിയാവും, നമുക്ക് പോവാം. നമ്മളന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പില്ലേ, അമ്മ ഇവിടെ കുറച്ച് ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കട്ടെ. അമ്മയ്ക്ക് മോന്റെ ജീവിതമാണോ വലുത് അതോ സ്വന്തം വാശിയാണോ? എങ്ങനെയുണ്ട് റിട്ടേൺ ഗിഫ്റ്റ്? അമ്മ തുടങ്ങി വെച്ച കളി ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേ ഉള്ളൂ. ഇനി ഇമാതിരി ചീപ്പ് ഷോയും കൂടെ എന്റെ മുമ്പിൽ വന്നോണ്ടല്ലോ, ആ പല്ലി ഞാൻ അടിച്ചളക്കും, കേട്ടല്ലോ. ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം സ്വാഭാവികമാണ്. എന്നാൽ അത് മരുമകളോടുള്ള ദേഷ്യമായോ മത്സരമായോ മാറരുത്. മകൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവന് നൽകേണ്ട സ്വാതന്ത്ര്യവും മരുമകൾക്ക് നൽകേണ്ട ബഹുമാനവുമാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ. മക്കളെയും മരുമക്കളെയും സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നിടത്താണ് ഒരമ്മയുടെ വിജയം. അമ്മയെ ബഹുമാനിക്കുന്നതിനൊപ്പം തന്നെ അവർ ചെയ്യുന്ന തെറ്റുകളെ സ്നേഹത്തോടെ തിരുത്താനും മക്കൾക്ക് കഴിയണം. മരുമകളെ മകളായി തന്നെ ഓരോ അമ്മായിയമ്മമാർക്കും സ്നേഹിക്കാൻ കഴിയട്ടെ. അമ്മായിയമ്മയെ അമ്മയായും.